ഇപ്പോൾ വലിയ ചർച്ചാ വിഷയം ആയിത്തീർന്ന ഒരു വാക്കാണ് കാഫർ. ഒരു അറബി വാക്കാണ്. എന്താ അതിൻ്റെ അർത്ഥം? അറബിയിൽ കഫറ എന്ന് പറഞ്ഞാൽ മറച്ചു വെച്ചു എന്നാണ്. അപ്പോൾ അതൊരു കൃഷിയായിട്ട് ബന്ധപ്പെട്ടൊരു വാക്കാണ്. അപ്പോൾ വിത്ത് മണ്ണിൽ മൂടി വെച്ചാൽ അതിന് കഫറ എന്ന് പറയും. അത് ചെയ്യുന്ന ആളാണ് കാഫിർ, മറച്ചു വയ്ക്കുക. അപ്പം ഇത് നിത്യജീവിതത്തിൽ കൃഷിയിലൊക്കെ ഉള്ള അല്ലാതെ ഇപ്പോൾ നമ്മൾ സാംസ്കാരിക രംഗത്ത്, വിശ്വാസ രംഗത്ത് എന്താ അതിനർത്ഥം? ഒരു വസ്തുത സത്യമാണ് എന്ന് ഉത്തമ ബോധ്യമുണ്ടായിരിക്കെ മനഃപൂർവ്വം അത് മറച്ചു വെച്ച ആളെയാണ് അറബി ഭാഷയിൽ കാഫിർ എന്ന് പറയുക. അപ്പോൾ ഇസ്ലാം മതം വിശ്വസിക്കാത്ത എല്ലാവരെയും കാഫിർ എന്ന് പഴയ കാലത്ത് പറയില്ല. അതാണ് അവിശ്വാസി എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സാമാന്യമായിട്ട് ലോകത്തൊക്കെ അത് ഉപയോഗിക്കുന്നത് അവിശ്വാസം എന്നുള്ള അർത്ഥത്തില്ല. അപ്പോൾ ഈ കാഫർ എന്നുള്ള വാക്ക് നിന്നാണ് കേട്ടോ ഈ കാപ്പിരി എന്നുള്ള വാക്കുണ്ടായത്. കറുത്തവൻ അല്ലെങ്കിൽ ആഫ്രിക്കക്കാരൻ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ. കാപ്പിരിയൻ, എസ്.കെ. പൊറ്റക്കാടിൻ്റെ യാത്രാവിവരണമുണ്ട് കാപ്പിരികളുടെ നാട്ടിൽ. അത് ഒരു ആശയമായിട്ടാണ് അവർ ഇന്ന് എടുക്കുന്നത്. അപ്പോൾ കാഫിർ എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതം വിശ്വസിക്കാത്ത ആൾ എന്നല്ല അതിൻ്റെ അർത്ഥം. എന്താ അതിൻ്റെ അർത്ഥം? ഇസ്ലാം മതം സത്യമാണ് എന്ന് ഉത്തമ ബോധ്യം ഉണ്ടായിരിക്കെ മനഃപൂർവ്വം അത് തള്ളിക്കളഞ്ഞ ആൾ, സത്യനിഷേധി, അവിശ്വാസി. അങ്ങനെ വരുമ്പോഴാണ് ആ മുസ്ലിം എന്നുള്ള അർത്ഥത്തിൽ വരും. അപ്പോൾ ഇവിടെ ആ മതസൗഹാർദ്ദത്തെ ആധാരമാക്കി നമ്മുടെ KT മുഹമ്മദ് എഴുതിയ ഒരു നാടകത്തിന് ഒരു കാഫർ എന്നാണ്. ഇപ്പോൾ ഇത് വലിയ ചർച്ചാ വിഷയമായത് എങ്ങനെയാണ്? വടകരയിൽ ഈ തൊട്ട് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ LDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നമ്മുടെ KK ശൈലജ ടീച്ചർ, UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഷാഫി പറമ്പിൽ, ഇവർ രണ്ടാളും മത്സരിക്കാം. അപ്പോൾ ഒരു ആക്ഷേപം വന്നത് കാഫിറിന് വോട്ട് ചെയ്യരുത് എന്ന് ഒരു യൂത്ത് ലീഗുകാരൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു എന്നാണ്. അപ്പോൾ ഷാഫി പറമ്പിൽ മുസ്ലിമാണ് എന്നും ശൈലജ ടീച്ചർ അവിശ്വാസി കാഫർ ആണ് എന്നും അതുകൊണ്ട് മതത്തിൻ്റെ പേരിലാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്, മതത്തിൻ്റെ പേരിലാണ് വോട്ട് ചെയ്തതെന്ന് പറയുന്നത് അത് വലിയ കുറ്റാണ്. മാത്രമല്ല അത് വർഗീയത ഉപയോഗിക്കുകയാണ്. അപ്പോൾ പ്രശ്നം വന്നത് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ആരുണ്ടാക്കിയെന്നാണ്. അപ്പോൾ എന്താണ് കൃത്യം എനിക്ക് ഓർമ്മയില്ല, കാസിം എന്നിട്ടാണ് ചെറുപ്പക്കാരൻ്റെ പേര്, ഒരു യൂത്ത് ലീഗുകാരൻ്റെ പേരിലാണ് ഈ ആരോപണം വന്നത്. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? അയാൾ ഞാനല്ല എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടു. പിന്നെ തൻ്റെ ഫോണ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. പിന്നെ അയാൾ കേസ് കൊടുത്തു, എന്നെപ്പറ്റി ഇങ്ങനെ അപവാദം പറയുന്നത്. യൂത്ത് ലീഗുകാർ വെല്ലുവിളിച്ചു. അത് ആരാണ് എന്ന് തെളിയിക്കുന്ന ആൾക്ക് 10 ലക്ഷം രൂപ കൊടുക്കും എന്നവർ ഇനാം പ്രഖ്യാപിച്ചു. അപ്പോൾ ഇതിൻ്റെ തമാശ, പോലീസ് ഒന്നും മിണ്ടുന്നില്ല. പോലീസിനെ കണ്ടെത്താൻ കഴിയുമല്ലോ ആരാണിത് ഉണ്ടാക്കിയത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ വളരെ ശ്രദ്ധേയമായൊരു കാര്യം വന്നത്, CPMൻ്റെ വലിയ നേതാവ് KK ലതിക അവരുടെ ഫേസ്ബുക്കിൽ അത് ഷെയർ ചെയ്തു. വളരെ കാലം അതവിടെ കിടന്നു. ഇപ്പോൾ ഈ അടുത്ത ദിവസമാണ് അത് നീക്കം ചെയ്തത്. അപ്പോൾ അവരെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഇപ്പോൾ കോടതിയിൽ പോലീസ് പറയുന്നുണ്ട് ഈ ആരോപിക്കപ്പെട്ട ആളുടെ ഫോണിൽ നിന്നാണ് അങ്ങനെയൊന്നും ഉണ്ടായത് എന്നതിലേക്ക് യാതൊരു തെളിവുമില്ല. അപ്പോൾ എന്താ ഈ അർത്ഥം? അർത്ഥം വളരെ ലളിതമാണ്. UDFകാരെ കുറ്റം പറയാൻ വേണ്ടി LDFകാർ മനഃപൂർവ്വം ഉണ്ടാക്കിയൊരു സാധനമാണിത്. അതൊരു വ്യാജ പോസ്റ്റാണ് എന്ന് വ്യക്തമായി. ഇപ്പോൾ തെറ്റുകുറ്റങ്ങൾ കണ്ടെത്തും, അത് തിരുത്തും എന്നിപ്പോൾ LDF പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് അവരാദ്യം തിരുത്തേണ്ടത് ഇതാണ്. ആ പോസ്റ്റ് LDFകാരോ LDFകാർക്ക് വേണ്ടി ആരോ നമുക്കറിയില്ല ചെയ്തതാണ്. അത് പോലീസ് കണ്ടെത്തണം. അതിനാണല്ലോ പോലീസ്. കേരളത്തിലെ ഭരണമുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ് CPM. അതിൻ്റെ ഏറ്റവും വലിയ നേതാവ് ശ്രീ പിണറായി വിജയനാണ്, നമ്മുടെ മുഖ്യമന്ത്രി. അദ്ദേഹത്തിൻ്റെ വകുപ്പാണ് ആഭ്യന്തരം. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഭരിക്കുന്നത് CPMൻ്റെ നേതാവ് പിണറായി വിജയനാണ്. അപ്പോൾ അദ്ദേഹത്തിന് കണ്ടെത്താൻ സ്വന്തം സൈനോട് പറയാൻ എന്താ ബുദ്ധിമുട്ട്? യന്ത്രത്തിൽ കളവ് കാണിക്കാൻ പറ്റില്ലല്ലോ. യൂത്ത് ലീഗുകാരൻ്റെ ഫോണിൽ നിന്നാണ് ഉണ്ടായതെങ്കിൽ അതിലുണ്ടാവും. അതിന് കള്ളത്തരം കാണിക്കാൻ പറ്റില്ല. അതിനോട് ജാതി മതം പറയാൻ പറ്റില്ല.
യന്ത്രത്തിന് കൈക്കൂലി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് പുറത്ത് വരുന്നില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം, പോലീസ് മൗനമാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം, കെ ലതിക പിന്നീട് ആ പോസ്റ്റ് പിൻവലിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം അത് LDFകാർ UDFകാരുടെ തലയിലിടാൻ വേണ്ടി അവരെ ചാരി പറയാൻ വേണ്ടി ഉണ്ടാക്കിയ ഒന്നാണ്. അത് ആ പോസ്റ്റിൻ്റെ പേരിൽ അത് പിൻവലിച്ച് നിരുപാധികം CPM മാപ്പ് പറയണം. അതാണ് ജനാധിപത്യ മര്യാദ.